ഇന്ന് നമുക്കൊരു കുട്ടി ഫലൂഡ ഉണ്ടാക്കിയാലോ? ഇതിൻ്റെ മിക്സേ ഒരു 3 മാസമായിട്ടെങ്കിലും ഞങ്ങളുടെ ഫ്രിഡ്ജിൽ കിടക്കുമായിരിക്കും കേട്ടോ. ഏട്ടൻ പറഞ്ഞ് പറഞ്ഞ് മടുത്തു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും പറയല്ലേ ഇങ്ങ് ഉണ്ടാക്കി കൊടുത്തേക്കാം. 3 മാസമായിട്ട് ഫ്രിഡ്ജിൽ കിടന്നതിൻ്റെ എല്ലാ ക്ഷീണവും അതിൻ്റെ മുഖത്ത് കാണാനുണ്ട്. സാരമില്ല, ഭാഗ്യത്തിന് എക്സ്പയറി ഒന്നും കഴിഞ്ഞില്ലായിരുന്നു കേട്ടോ. പാക്കറ്റൊക്കെ പൊട്ടിച്ച് നോക്കുമ്പോൾ ഇതുപോലെ നല്ല അടിപൊളി നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു മിക്സാണ് കേട്ടോ അതിനകത്തുള്ളത്. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് 1 ലിറ്റർ പാല് ആദ്യം ഒന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിള വന്നതിന് ശേഷം നമ്മൾ ഈ പൊട്ടിച്ച് മാറ്റി വെച്ചേക്കുന്ന മിക്സ് അതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് അതൊരു 10-15 മിനിറ്റ് ഒന്ന് ഇളക്കി അത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അത് ആ പാലിനകത്ത് കിടന്നിങ്ങനെ തിളയ്ക്കുമ്പോൾ നല്ല അടിപൊളി ഒരു സ്മെല്ല് വരും. നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ളൊരു സ്മെല്ലാട്ടോ വരുന്നത്. അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്ത് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിലും അതെല്ലാം നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇനി നമ്മുടെ ഫലൂഡയൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു ക്യൂട്ടായിട്ടുള്ള കുട്ടി ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് ആ മിക്സ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ചിയാ സീഡ് ഞാൻ കുതിർക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതും കൂടെ അതിൻ്റെ മണ്ടയിലേക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെ ഈ സ്റ്റെപ്പ് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് അതിങ്ങനെ മുകളിൽ ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ നട്ട്സ് ഉണ്ടോ അതെല്ലാം ഇതിനകത്തേക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ചെറിയ ചെറിയ സ്ലൈസ് ആക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഒരു സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ വെച്ചിട്ട് അതൊന്ന് സെറ്റ് ആകാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു പാക്കറ്റ് ഫലൂഡ കൊണ്ട് നമുക്കൊരു 8 പേർക്കൊക്കെ കഴിക്കാനുള്ള ഫലൂഡ ഈസി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. അങ്ങനെ ഞാൻ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് വേറൊരു ഗ്ലാസ്സിലും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഫ്രീസറിലേക്ക് ഒന്ന് ഒരു അരമണിക്കൂർ ഒന്ന് തണുക്കാനായിട്ട് വെക്കും. ഈ ഒരു ഐറ്റം ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബൈ.